കണ്ണൂർ മുൻ എ.ഡി.എം. നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ രക്തമുണ്ടായിരുന്നതായി ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ പരാമർശം. നിർണായകമായ വാർത്ത വരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ രക്തക്കറയുടെയോ പരിക്കിന്റെയോ പരാമർശമില്ല. എഫ്ഐആറിലും സംശയങ്ങൾ പറയുന്നില്ല. വിവരങ്ങളുമായി പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം എത്തുന്നു. പ്രവീൺ പുരുഷോത്തമൻ, ഗുഡ് മോർണിംഗ്. നിർണായകമായ ഒരു വിവരമാണിപ്പോൾ പുറത്തുവരുന്നത്. ഈ രക്തക്കറ സംബന്ധിച്ച് എന്തുകൊണ്ടാണ് ഇൻക്വസ്റ്റ് തയ്യാറാക്കുമ്പോൾ അതുപോലെ തന്നെ എഫ്ഐആറിൽ ഒരിടത്തും പരാമർശം ഇല്ലാതെ പോയത്? ഗുഡ് മോർണിംഗ് സുജയ. നവീൻ ബാബുവിന്റെ ഇൻക്വസ്റ്റ് തയ്യാറാക്കിയപ്പോൾ ബന്ധുക്കൾ ആരും അവിടെ ഉണ്ടായിരുന്നില്ല. കണ്ണൂർ ടൗൺ പോലീസാണ് ആദ്യം ഇൻക്വസ്റ്റ് നടത്തിയത്. ഈ ഒരു പരിശോധനാ സമയത്താണ് അടിവസ്ത്രത്തിൽ രക്തക്കറ കണ്ടെത്തിയത്. അത് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ കൃത്യമായി പരാമർശിച്ചിട്ടുണ്ട്. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലോ എഫ്ഐആറിലോ ഇക്കാര്യം പരാമർശിച്ചിട്ടില്ല. പ്രധാനമായും കണ്ണൂർ ടൗൺ പോലീസ് അന്ന് നവീൻ ബാബു മരിച്ച നിലയിൽ കണ്ടെത്തിയ മുറിയിൽ പ്രാഥമികമായി ഇൻക്വസ്റ്റ് നടപടികൾ നടത്തിയപ്പോൾ ബന്ധുക്കളാരും അവിടെ ഉണ്ടായിരുന്നില്ല. രക്തബന്ധമുള്ള ആരും അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ അടിവസ്ത്രത്തിൽ രക്തക്കറ ഉണ്ടായിരുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് പോസ്റ്റ്മോർട്ടം സ്ഥലത്തേക്ക്, പോസ്റ്റ്മോർട്ടം നടത്തുന്ന ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ സാധാരണ മൃതദേഹങ്ങൾ മരിക്കുന്ന സമയത്ത് ഏത് വസ്ത്രമാണോ ധരിച്ചിരുന്നത് അത് മാറ്റിയിട്ടാണ് പോസ്റ്റ്മോർട്ടത്തിന് അയക്കുക. ഇവിടെയും അങ്ങനെ തന്നെയായിരിക്കും സംഭവിച്ചിരിക്കുക. ഏതായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ ഒരു രക്തക്കറ സംബന്ധിച്ച് ഒരു കാര്യവും പറയുന്നില്ല. അതുമാത്രവുമല്ല, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നമ്മൾ ഇന്നലെ തന്നെ പുറത്തുവിട്ടിരുന്നു. അതിൽ ശരീരത്ത് മറ്റ് പരിക്കുകളൊന്നും ഇല്ല എന്ന് തന്നെയാണ് പോസ്റ്റ്മോർട്ടം വിശദമായിട്ടുള്ള റിപ്പോർട്ടിൽ ഉള്ളത്. തൂങ്ങി മരണം, അത് ആ നിലയിൽ തന്നെയാണ് അതിന്റെ ഒരു പരാമർശം അന്തിമമായി വന്നിരിക്കുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ ബന്ധുക്കൾക്ക് നേരത്തെ തന്നെ കടുത്ത അമർഷം രേഖപ്പെടുത്തിയിരുന്നു. അതായത് ബന്ധുക്കൾ എത്തുന്നതിന് മുമ്പ് ഇൻക്വസ്റ്റുമൊപ്പം തന്നെ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങളും നടത്തിയതിൽ ബന്ധുക്കൾക്ക് വലിയ പരാതി ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ അടിവസ്ത്രത്തിൽ രക്തക്കറ കണ്ടു എന്ന ഒരു പരാമർശം കൂടി വന്നിരിക്കുന്നത്. ഏതായാലും ഇനിയുള്ള നടപടിക്രമങ്ങളിൽ, അതായത് CBI അന്വേഷണം വേണമോ വേണ്ടോ എന്നത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ ഇനി വാദങ്ങൾ നടക്കാൻ പോവുകയാണ്. അപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പരാമർശങ്ങളും ഒപ്പം ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലെ ഈ ഒരു അടിവസ്ത്രത്തിൽ രക്തക്കറ കണ്ട ഉള്ള കാര്യം കൂടി നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയുടെ അഭിഭാഷകൻ കൃത്യമായി ഉന്നയിക്കും. ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു പരാതിയായി വന്നിരിക്കുന്നത് ഇൻക്വസ്റ്റ് നടത്തിയപ്പോൾ ബന്ധുക്കൾ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഏതായാലും ഈ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലെ പരാമർശങ്ങൾ ബന്ധുക്കൾ കൃത്യമായി അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെ അഭിഭാഷകനും ആ രീതിയിലുള്ള വാദങ്ങളായിരിക്കും ഇനി ഉന്നയിക്കാൻ പോവുക. സർക്കാർ ഇപ്പോൾ തന്നെ വ്യാഴാഴ്ച വിശദമായ വാദം തുടങ്ങുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ഇതൊരു ആത്മഹത്യയല്ല എന്ന് പറയുന്നു എന്ന ചോദ്യത്തിന് ഉത്തരമായി പ്രധാനമായും ഉയർത്തിക്കാട്ടാവുന്ന തെളിവായി ഇത് മാറുകയല്ലേ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്ന രക്തക്കറ? അതെ സുജയ, സംസ്ഥാന സർക്കാർ ഇപ്പോഴും നിലപാടെടുത്തിരിക്കുന്നത് നവീൻ ബാബുവിന്റേത് ആത്മഹത്യ തന്നെയാണ്. കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അക്കാര്യം തന്നെയാണ് പറയുന്നത്. അപ്പോൾ ആദ്യം അന്വേഷിച്ച കണ്ണൂർ പോലീസും ഒപ്പം തന്നെ പ്രത്യേക അന്വേഷണ സംഘവും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ പ്രത്യേക അന്വേഷണ സംഘം നവീൻ ബാബുവിന്റെ വീട്ടിലെത്തി ഭാര്യ മഞ്ജുഷയുടെയും പ്രവീൺ ബാബുവിന്റെയും ഒക്കെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. പക്ഷേ അവർക്ക് ഉന്നയിച്ച ചില സംശയങ്ങളൊന്നും അക്കാര്യങ്ങളിലേക്ക് അന്വേഷണം പോയില്ല എന്നൊരു പ്രധാനപ്പെട്ട പരാതി കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി തന്നെ ചോദിച്ചിരുന്നു, ഇത് ആത്മഹത്യയല്ല ദുരൂഹമരണമാണ് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും വ്യക്തതയുണ്ടോ, അങ്ങനെ എന്തുകൊണ്ടാണ് സംശയിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഹൈക്കോടതി ചോദിച്ചിരുന്നു. അതേസമയം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കാര്യങ്ങൾ അത് കൃത്യമായും തൂങ്ങിമരണം എന്നുള്ള രീതിയിൽ തന്നെ കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുമ്പോൾ പോലീസും അക്കാര്യങ്ങൾ തന്നെയാണ് ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുക. ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഒരുപക്ഷെ CBI അന്വേഷണം വേണ്ട എന്നുള്ള രീതിയിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. അതേസമയം ബന്ധുക്കളാണെങ്കിൽ ഇപ്പോൾ ഈ പുതിയ വിവരം കൂടി, അതായത് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ അടിവസ്ത്രത്തിൽ രക്തക്കറ കണ്ടെത്തി എന്ന ആ ഒരു കാര്യം കൂടി ഹൈക്കോടതിയിൽ ഉന്നയിക്കും. അത് എങ്ങനെ വന്നു, ആ രക്തക്കറ എങ്ങനെ വന്നു? പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശരീരത്ത് മറ്റു പരിക്കുകളൊന്നും ഇല്ല എന്ന് കൃത്യമായും സൂചിപ്പിച്ചിട്ടുണ്ട്. അതുമാത്രവുമല്ല, ആന്തരികാവയവങ്ങൾ രാസപരിശോധനയ്ക്ക് എടുത്തിട്ടില്ല എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. സാധാരണ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ നടത്തി കഴിയുമ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അത് എഴുതാറുണ്ട് എന്ന് ബന്ധുക്കൾ പറയുന്നു. അതായത് ആന്തരികാവയവങ്ങൾ രാസപരിശോധനയ്ക്ക് ഫോറൻസിക് സയൻസ് ലാബിലേക്ക് അയച്ചു എന്നൊരു പരാമർശം കൂടി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സാധാരണ ഉൾപ്പെടുത്താറുണ്ട് എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. പക്ഷേ നവീൻ ബാബുവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ ആന്തരികാവയവങ്ങൾ എടുത്തത് സംബന്ധിച്ചോ അല്ലെങ്കിൽ എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് സംബന്ധിച്ച് ഒരു പരാമർശം പോലും അതിലില്ല. ഇക്കാര്യത്തിലെല്ലാം ബന്ധുക്കൾക്ക് അമർഷമുണ്ട്. ഏതായാലും ഇക്കാര്യങ്ങളെല്ലാം തന്നെ വിശദമായിട്ടുള്ള വാദത്തിൽ
മഞ്ജുഷയുടെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ ഉന്നയിക്കും. മറ്റൊന്ന്, ഒരു റീപോസ്റ്റ്മോർട്ടത്തിനുള്ള സാധ്യത ഇവിടെ ഇല്ല എന്നുള്ളതാണ്. കാരണം നവീൻ ബാബുവിന്റെ മൃതദേഹം സംസ്കരിക്കുകയല്ല, ദഹിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ സാധാരണഗതിയിൽ ബന്ധുക്കൾ ഇങ്ങനെയൊരു പരാതികളൊക്കെ വരുമ്പോൾ റീപോസ്റ്റ്മോർട്ടത്തിന് കോടതി ഉത്തരവിടാറുണ്ട്. മുന്നും അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. റീപോസ്റ്റ്മോർട്ടം നടത്തുമ്പോൾ സുപ്രധാന കണ്ടെത്തലുകൾ പിന്നീട് വരാറുണ്ട്. പക്ഷേ നവീൻ ബാബുവിന്റെ കാര്യത്തിൽ അത്തരമൊരു സാഹചര്യമില്ല. അങ്ങനെ വരുമ്പോൾ ഈ രക്തക്കറ അടിവസ്ത്രത്തിൽ കണ്ട കാര്യം, അത് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, അത് വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. തൂങ്ങിമരണമാണ് എന്നത് പോലീസ് ഉറപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ അന്വേഷണ സംഘം പറയുമ്പോൾ ഈ അടിവസ്ത്രത്തിൽ രക്തക്കറ എങ്ങനെ കണ്ടു എന്നുള്ളതൊരു ചോദ്യചിഹ്നമായി അവിടെ മാറും. ഒപ്പം തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശരീരത്ത് മറ്റു പരിക്കുകളില്ല എന്ന് പറയുന്നു. അതായത് ബാഹ്യമായ പരിക്കുകൾ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അടിവസ്ത്രത്തിൽ രക്തക്കറ വന്നത് എന്നത്, അത്തരം ചോദ്യങ്ങളിലേക്കായിരിക്കും കാര്യങ്ങൾ പോവുക. എഫ്ഐആറിലും ഇത് അസ്വാഭാവിക മരണം അല്ലെങ്കിൽ മറ്റ് സാധ്യതകളൊന്നും കാണുന്നില്ല എന്ന് തന്നെയാണ് എഫ്ഐആറിലും സൂചിപ്പിച്ചിരിക്കുന്നത്. സുജയ. ഓക്കെ, പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്. ഇൻക്വസ്റ്റിലാണ് രക്തക്കറയെക്കുറിച്ചുള്ള പരാമർശം നമ്മൾ കാണുന്നത്.